ഹലോ, വെൽക്കം ടു അപ്പുണ്ണി വ്ളോഗ്സ്. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ദുബായ് ഫ്രെയിമാണ്. ആക്ച്വലി ഞങ്ങളിത് കണ്ടിട്ട് കുറച്ച് മാസങ്ങളായി. ഞങ്ങൾ ഫോണിൽ എടുത്തു വെച്ചിട്ടുള്ള കുറച്ച് വീഡിയോസാണ്. അപ്പോൾ അത് നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ദുബായിലെ മെയിൻ വ്യൂ ആണ് ദുബായ് ഫ്രെയിം എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തായാലും നിങ്ങൾ കാണേണ്ടതാണ്. അപ്പോൾ ആ വീഡിയോസും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇത് 2018 ദുബായിൽ ഇത് ഓപ്പൺ ആവുന്നത്. പക്ഷേ ഇത്രയും കാലമായിട്ട് ദുബായ് ഫ്രെയിം നമ്മൾ ദുബായ്ക്ക് പോകുമ്പോൾ ഇങ്ങനെ പുറത്ത് കൂടെയൊക്കെ ഇങ്ങനെ കാണുന്നല്ലാതെ അതിൻ്റെ ഉള്ളിലോട്ട് എൻട്രി ചെയ്തിട്ടില്ല. അപ്പോൾ കുട്ടികൾ എപ്പോഴും പറയും ദുബായ് ഫ്രെയിം കാണണം, പോകണം എന്നുള്ളത്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹൈറ്റ്സിൽ ആ കാണുന്ന ടോപ്പിൽ നമ്മൾ വാക്ക് ചെയ്യണം. അത് ഗ്ലാസിൻ്റെ ടോപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മുകളിൽ കയറിയിട്ട് താഴെ നോക്കുമ്പോൾ അത് ഫുൾ വ്യൂ ആണ്. അതാണ് ദുബായ് ഫ്രെയിം എന്ന് പറയുന്നത്. സത്യത്തിൽ എനിക്കതൊരു കുറച്ച് ടെൻഷനുള്ള കാര്യമാണ്. ഈ ഹൈറ്റ്സിൽ കയറിയിട്ട് താഴോട്ട് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യില്ല, അത് സമ്മതിക്കില്ല. ഞാൻ ഓരോ കാരണം പറഞ്ഞിട്ട് പിന്നെ പോവാമെന്ന് പറയും. പേടി എന്നുള്ളത് കുട്ടികളോട് പറയില്ല കേട്ടോ. കാരണം അവർക്കും അറിയാം, എന്നാലും അവർ കളിയാക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുട്ടികളുടെ ഇഷ്ടത്തിന് സമ്മതിച്ചു കൊടുത്ത് അങ്ങനെ എത്തുകയാണ്. ദുബായിലേക്ക് എത്തി. ദുബായ് ഫ്രെയിം കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇതാണ്, ഈ കാണുന്നതാണ് ദുബായ് ഫ്രെയിം. ഇനി അതിൻ്റെ അകത്ത് ഉള്ള കാഴ്ചകളും ഇതൊക്കെ നിങ്ങൾ കണ്ടോളൂ. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം. ഈ കാണുന്ന ഫ്രെയിമിന് 150 മീറ്റർ ഹൈറ്റ്സിലാണ് ഇത് കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് എറൗണ്ട് ഒരു 492 ഫീറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം, ഇതിൻ്റെ മുകളിലെത്തി നമ്മൾ ആ കാണുന്ന ടോപ്പിലൂടെ നടക്കുമ്പോൾ ഫുൾ ദുബായിയുടെ വ്യൂ നമ്മൾ കാണുകയാണ്. ഒരു 3:30 ആകുമ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തിയത്. ഓൺലൈനിൽ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിരുന്നു നേരത്തെ തന്നെ. അപ്പോൾ അതുകൊണ്ട് ആ ക്യൂവിൽ നിൽക്കേണ്ടി വന്നില്ല. പിന്നെ നമ്മളിത് എൻട്രി ചെയ്യാനുള്ള ക്യൂവിലാണ് ഇപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് വ്യൂസാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ കുട്ടികൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് അതിൻ്റെ അകത്ത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. കാരണം ടോപ്പിലെത്തിയിട്ട് താഴേക്ക് നോക്കുന്ന ആ ഒരു വ്യൂ ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടാണ് അവർ വെയിറ്റിങ്. അപ്പോൾ ഇങ്ങനെ ഫ്രണ്ട് ഭാഗത്ത് ഒരു ഫൗണ്ടൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമായിരുന്നു. അപ്പോൾ നമ്മൾ ക്യൂവിൽ നിൽക്കുമ്പോൾ ആൾക്കാർക്ക് ബോറടിക്കാതിരിക്കാൻ കുറേ എൻ്റർടൈൻ ചെയ്യിക്കുന്ന കുറച്ച് പ്രോഗ്രാംസൊക്കെ ഓരോ സമയത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഏകദേശം അതിൻ്റെ എൻട്രൻസിൻ്റെ അടുത്ത് എത്താറാവുമ്പോഴാണ് ഈ ഒരു സംഭവം കാണുന്നത്. ആൾക്കാർക്ക് ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അത് കുട്ടികൾക്കൊക്കെ ഇഷ്ടമായി. അങ്ങനെ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്.
അപ്പം നമ്മളിനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാണ്. ഡൗൺ ഫ്ലോറിൽ നമുക്ക് അവിടെ ഫോട്ടോ സെക്ഷൻ ഉണ്ടായിരുന്നത്. വന്ന എല്ലാവരുടെയും ഫോട്ടോസ് അവരെടുക്കുന്നുണ്ട്. നമ്മൾ ഇരുന്ന് എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കത് പേയ്മെൻറ്റ് ചെയ്തിട്ട് നമ്മുടെ ആ ഫോട്ടോ വാങ്ങിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെത്തി എൻട്രി ചെയ്യണം. അപ്പം നല്ലൊരു വ്യൂ ആയിരുന്നു അവിടെ അതിലോട്ട്. അത് ശരിക്കും അതൊരു മ്യൂസിയം പോലെയാണ് ഫസ്റ്റ് ഫ്ലോറിൽ കംപ്ലീറ്റ്. അവരുടെ ഹിസ്റ്ററിയും പണ്ടുണ്ടായിരുന്ന ഒരു രീതികളും കാര്യങ്ങളൊക്കെയാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ അവിടുത്തെ കുറേ പണ്ടത്തെ അവരുടെ കൾച്ചർ കാര്യങ്ങളൊക്കെ കാണിക്കാവുന്ന കുറച്ച് സംഭവങ്ങൾ, ആ ഒരു അറ്റ്മോസ്ഫിയർ ആംബിയൻസ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് നമുക്ക് അവിടെ ഫുൾ അവിടെ ഹിസ്റ്ററി എഴുതിയിട്ടുണ്ട്. ഒപ്പം തന്നെ അവരത് ഡിസ്പ്ലേ പോലെ വെച്ചിട്ടുണ്ട്, ഓരോ സംഭവങ്ങൾ അവർ പണ്ട് ഉപയോഗിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ് ഫസ്റ്റ് ഫ്ലോറിലൂടെ. നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് ലിഫ്റ്റിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ടോപ്പിലോട്ട് പോവുകയാണ്. ലിഫ്റ്റിൽ കയറി ഉള്ള ഒരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾ കണ്ടോളൂ. താഴെ നിന്നുള്ള വ്യൂന്ന് നമ്മൾ ടോപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴുള്ള ഒരു വ്യൂ നല്ല ഭംഗിയായിരുന്നു. ആക്ച്വലി സമയം ഞങ്ങൾ എൻട്രി ചെയ്തപ്പോഴേക്കും ഒരു 5:30, 6 o'clock അടുത്ത് എത്തിയിരുന്നു. അപ്പോൾ ഒരു സൺസെറ്റിൻ്റെ ടൈമാണ്. അപ്പോൾ അതൊക്കെ നല്ല ഭംഗിയായിരുന്നു ആ വ്യൂ കാണാൻ. അപ്പോൾ അങ്ങനെ എൻ്റെ ടെൻഷനിൽ കുട്ടികളുടെ എക്സൈറ്റ്മെൻറ്റിൽ നമ്മളിതിങ്ങനെ ലിഫ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറയുക ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ ഒരു ഫീലായിരുന്നു കേട്ടോ. ചെവിയൊക്കെ അടഞ്ഞിരുന്നു. അങ്ങനെ നമ്മൾ ടോപ്പിലെത്തിയിട്ടുണ്ട്. മക്കൾ വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരു മൊമെൻ്റാണിത്. അവർ ആ ഗ്ലാസ് ടോപ്പിലൂടെ നടക്കാനുള്ളത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. ഞാനാണ് ഒരുപാട് ടെൻഷനിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ എനിക്ക് അങ്ങനെയാണ്, ഹൈറ്റ്സിലെത്തിയിട്ട് താഴോട്ട് നോക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. അതെനിക്ക് എന്താണെന്ന് അറിയില്ല. അത് എത്ര ശ്രമിച്ചാലും അത് മാറുന്നില്ല. അത് എവിടെയായാലും അങ്ങനെയാണ്. നമ്മൾ ചെറിയൊരു ഹൈറ്റ് ആണെങ്കിൽ എനിക്ക് താഴോട്ട് നോക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുട്ടികൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. അവർക്കൊന്നും ടെൻഷനില്ല കേട്ടോ. പലരും എന്നെപ്പോലെ ഉള്ളവരെ എനിക്ക് അവിടെ കാണാൻ പറ്റി. ടെൻഷനായിട്ട് പലരും ഇതിൻ്റെ മുകളിലൂടെ നടക്കുന്നില്ല, താഴോട്ട് നോക്കുന്നില്ല. സൈഡിലൂടെ നമുക്ക് കുഴപ്പമില്ല, സൈഡിലൂടെ നോക്കി നടക്കുമ്പോൾ. അങ്ങനെ മക്കളുടെ നിർബന്ധത്തിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം അവർ നിർബന്ധിച്ചു, പക്ഷേ ഞാൻ കയറിയില്ല. പക്ഷെ എന്നെ നിർബന്ധിച്ച് അവർ വാശി പിടിച്ച് എന്നെ കൊണ്ടുവന്നതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്തോ അറിയില്ല, എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ അതിന് ശേഷം അച്ഛനോടൊക്കെ പരാതി പറഞ്ഞ് അത് അമ്മയെ നടത്തണം എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും വാശി പിടിച്ച് വിനോദിൻ്റെ കൈ പിടിച്ചിട്ടാണ് പിന്നെ ഞാൻ നടക്കുന്നത്. അവരുടെ കുറേ ചീത്തയൊക്കെ കേട്ടു. ഞാൻ എന്തിനാണ് ഇങ്ങനെ കാണിക്കണമെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. പക്ഷേ അതങ്ങനെയാണ്, എനിക്കൊരു പേടിയാണ്. താഴോട്ട് ഞാൻ കണ്ണൊക്കെ അടച്ചിട്ടായിരുന്നു ഫസ്റ്റ് നടന്നിരുന്നത്. അവർ കൈ പിടിച്ച് നടത്തിക്കുകയാണ്. പക്ഷേ കുറച്ച് ദൂരം ഇങ്ങനെ നടന്ന് ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, ധൈര്യമൊക്കെ വന്നതിന് ശേഷം. എന്നാലും ഒരു ടെൻഷനോട് കൂടിയിട്ട് ഇപ്പോൾ നടക്കുന്ന വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. എന്തായാലും ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു ആ ഒരു വ്യൂ. ഇത്ര ടോപ്പിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ താഴെ കൂടെ ഒരു ഉറുമ്പരിക്കുന്ന പോലെയാണ്. കാറുകൾ പോകുന്നുണ്ട്, ആളുകൾ നടക്കുന്നുണ്ട്. ആളുകളെയൊന്നും കാണുന്നില്ല സത്യത്തിൽ. അത്രയും പൊട്ട് പോലെയായിരുന്നു. ഇത്ര നേരം നമ്മൾ ഇത്ര അടി താഴെയല്ലേ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ പേടിയാണ്. പക്ഷെ ഭയങ്കര നല്ല ഭംഗിയായിരുന്നു കാണാൻ ആ വ്യൂസ്. അപ്പോൾ കുട്ടികൾ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചു. പിന്നെ എന്നെ കൊണ്ട് ഒരു 2 പ്രാവശ്യമൊക്കെ കൈ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടത്തി. ഫ്രെയിമിൽ നിന്ന് നമ്മൾ ടോപ്പിൽ നിന്നുള്ള ദുബായ് വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. ആക്ച്വലി ഞങ്ങൾ അവിടെ എത്തിയ ഒരു ടൈം കറക്റ്റായിരുന്നു, സൺസെറ്റിൻ്റെ ഒരു സമയം. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ
ഫ്രെയിമിനകത്തൊക്കെ കയറാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു സമയമൊക്കെ ചൂസ് ചെയ്യണത് നല്ലതാട്ടോ. കാരണം എനിക്ക് തോന്നുന്നില്ല പകൽ സമയത്ത് നമ്മളൊരു ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് അവിടെ നിന്ന് നമ്മൾ ദുബായ് കാണുമ്പോഴുള്ള ഭംഗിയല്ല നൈറ്റിൽ കാണുമ്പോൾ. നല്ല വ്യത്യാസമാണ്. രാത്രിയുള്ള ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള ഭംഗി ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല പകൽ സമയത്ത് കാണുമ്പോൾ ഭംഗി ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ആ ഒരു വ്യൂ ആണ് ഇപ്പോൾ കണ്ടില്ലേ, അതിലൂടെ നടക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറച്ച് മുന്നേ കണ്ട ഒരു വ്യൂ അല്ല ഇപ്പോൾ, കുറച്ചും കൂടി ബ്യൂട്ടിഫുള്ളാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ കണ്ട് അതിനകത്ത് കൂടെയൊക്കെ നടന്ന് കുറേ ഫോട്ടോസും സെൽഫിയൊക്കെ എടുത്തു. കുട്ടികൾ ഹാപ്പിയാണ്, അവർ ഫുള്ള് ത്രില്ലാണ്. അവിടെ വന്നിട്ടുള്ള ഞാൻ ശ്രദ്ധിച്ചിരുന്നത് അവിടെ വന്നിട്ടുള്ള മറ്റു ആൾക്കാരേനെയാണ് കേട്ടോ. ഓരോരുത്തരുടെ ഫേസ് അതിലൂടെ നടക്കുമ്പോൾ എന്നെപ്പോലെ പേടിയുള്ളവരുണ്ട്, വാവ് എന്നുള്ള രീതിയിൽ കാണിക്കുന്നവരുണ്ട്. അപ്പോൾ ഭയങ്കര രസമായിരുന്നു അതൊക്കെ. കുട്ടികൾക്കും ഭയങ്കര ത്രില്ലായിരുന്നു അങ്ങനെയൊക്കെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ എൻജോയ് ചെയ്തു. ഉണ്ണിക്കുട്ടൻ്റെ പതിവ് പോലെ ഉണ്ണിക്കുട്ടന് വിശപ്പ് തുടങ്ങി. അപ്പോൾ അതിനർത്ഥം നമ്മൾ പുറത്തിറങ്ങേണ്ട സമയമായി. അവൻ അങ്ങനെയാണല്ലോ, എപ്പോൾ പോയാലും എവിടെ ചെന്നാലും അവന് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിശപ്പ് എന്ന് പറയും പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതാ ലിഫ്റ്റിലോട്ട് എത്തി. അപ്പോൾ ഇനി നമ്മൾ കയറി വന്ന അതേപോലെ നമ്മൾ ഇത് ലാൻഡിങ്ങും വേണമല്ലോ. അപ്പം നമ്മൾ ലിഫ്റ്റിനകത്ത് നിന്നിട്ട് എനിക്കാണ് ഏറ്റവും ടെൻഷൻ. മുകളിലോട്ട് വരുന്നതിനേക്കാൾ എനിക്ക് താഴോട്ട് പോകുമ്പോൾ നമുക്കുള്ള ഒരു ടെൻഷനാണല്ലോ. അപ്പോൾ അത് കാണാനുള്ള വെയിറ്റിങ്ങിലാണ്. ഞങ്ങളെപ്പോലെ തന്നെയാണ് ഒപ്പം ആ ലിഫ്റ്റിൽ കയറിയ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും വീഡിയോ ഫോട്ടോസ് എല്ലാം ഫോണിങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ അപ്പുന് ഫസ്റ്റ് ഫ്രണ്ടിൽ തന്നെ നിൽക്കാൻ പറ്റി. അപ്പോൾ അതായിരുന്നു ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്ന ലിഫ്റ്റ് സ്റ്റാർട്ടായി. കണ്ടോളൂ, അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ, അടിപൊളിയായിരുന്നു. ഞാൻ ഫുൾ ടെൻഷനിൽ വയറ് കാളി അങ്ങനെ പേടിച്ച് അങ്ങനെയൊക്കെയാണ് നിന്നിരുന്നത്. എൻ്റെ ഒരു പേടി കേട്ടോ. കുട്ടികൾക്കൊന്നും അതൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ താഴോട്ട് വരുന്നതിൻ്റെ ഇത് വ്യത്യാസം ഇങ്ങനെ നമുക്ക് കണ്ണിൽ നിന്ന് വളരെ ചെറിയതായി തോന്നിയതൊക്കെ ഇങ്ങനെ അടുത്തോട്ട് വരുമ്പോൾ കാറുകളും ആളുകളേനെയൊക്കെ ക്ലിയറായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഭയങ്കര ഭംഗിയായിരുന്നു. Lights went down when you feel lost in your shadow. Don't feel alone, don't scream so loud. We are living in this cruel world. അപ്പോൾ വെള്ളം കുടിച്ചാൽ മതി. ഫ്യൂച്ചറാണ് കേട്ടോ. എല്ലാം ഇങ്ങനെ ആയിരിക്കും എത്ര കേട്ടോ. ഫ്യൂച്ചറിൽ ദുബായ്, ഫ്യൂച്ചറിൽ ദുബായ്. Fire went out, lights went down when you feel lost in your shadow. Don't feel alone, don't scream so loud. We are living in this cruel world. Broken but strong, gotta move on. You're not a bakery of life. അങ്ങനെ ലിഫ്റ്റിൽ നിന്ന് പുറത്ത് കിടന്നു. അവിടെ ഫ്യൂച്ചർ ദുബായിയെ കുറിച്ചുള്ള കുറച്ച് കാഴ്ചകളുണ്ടായിരുന്നു. പിന്നെ ദുബായ് ഫ്രെയിമിൻ്റെ കൺസ്ട്രക്ഷനെ കുറിച്ച് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വായിച്ച് ഞങ്ങൾ വളരെ ഹാപ്പിയായി എൻജോയ് ചെയ്ത് പുറത്ത് കിടക്കുകയാണ്. അപ്പോൾ ഇതാണ് നൈറ്റ് വ്യൂ ദുബായ് ഫ്രെയിമിൻ്റെ. ഫോട്ടോസൊക്കെ വാങ്ങിയിരുന്നു. അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ച്